ഹായ് എവരിവൺ, പുതിയൊരു വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് 2023 വിട പറയാൻ സമയമായി. നമുക്ക് അവസാനത്തെ ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്ന്, അല്ലേ? അപ്പോൾ ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചൊരു വർഷം തന്നെയാണ്. എല്ലാ വർഷം പോലെ തന്നെ ഈ വർഷവും നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾസ് നമ്മൾ ട്രേഡിങ്ങിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് ലെസൺസ് നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ്, അല്ലേ? ഒരുപാട് ലോസസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രോഫിറ്റ് വന്നിട്ട് അത് ലോസിലേക്ക് കൺവേർട്ട് ചെയ്തായ സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ വീണ്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പം നമുക്ക് ഓരോ വർഷങ്ങളും ഓരോ ലെസൺസാണ്. അപ്പോൾ ഈ വർഷം നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി പുതിയ വരാൻ പോകുന്ന 2024 വർഷം നല്ലൊരു ട്രേഡിംഗ് വർഷമാകട്ടെ. ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ട്രേഡറായി മാറട്ടെ, അല്ലേ? നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാൻ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആദ്യം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺസ് ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ ഇഷ്യൂസുകൾ, വാറുകൾ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ ഫാൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ലോസസ് പലർക്കും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ അദാനിയുടെ പ്രശ്നങ്ങൾ വന്ന സമയത്തും ഉണ്ടായ ഫാളിലൊക്കെ ഒരുപാട് ലോസസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഓവറോൾ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ മാർക്കറ്റ് ഓരോ വർഷവും മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് മേജറായിട്ട് ഒരു സെൽ ഓഫ് വന്നിട്ടുള്ളത് നമ്മുടെ കോവിഡിൻ്റെ ഒരു സെനാരിയോ ആണ്. അപ്പം അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ റിക്കവറായി. ഇപ്പം ഒരു വർഷം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് നോക്കാം. നമുക്ക് 12 മന്തിലെ ക്യാൻഡിലൊന്ന് എടുക്കാം. ഓക്കെ, മാർക്കറ്റ് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് 18,136 നിന്നാണ്. അതിനുശേഷം മാർക്കറ്റ് 16,862 വരെ പോയിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് അവിടെ നിന്നും റിക്കവറായി ഇന്ന് മാർക്കറ്റ് നിൽക്കുന്നത് 21,731 എന്ന് പറയുന്ന റേഞ്ചിൽ, അതായത് 21,800 ടെസ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്കൊരു പേഴ്സൻറ്റേജ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വർഷം എത്ര പേഴ്സൻറ്റേജിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റ് നടത്തി എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടില്ലേ? ഏകദേശം നമുക്ക് ആ ഒരു ലോയിൽ നിന്നും ഹൈ വരെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 30% മൂവ്മെൻറ്റ് ഈ വർഷം നമ്മുടെ നിഫ്റ്റി നടത്തിയിട്ടുണ്ട്. ഏകദേശം 4,947 പ്ലസ് പോയിൻറ്റ്സ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പം ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നല്ല ലാഭം ഉണ്ടാക്കിയിട്ടുള്ളൊരു വർഷമായിരിക്കും ഇന്ന് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കോവിഡ് സെനാരിയോയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റും, അതായത് 2018 ശേഷം 2019-20 ശേഷം നല്ലൊരു മാർക്കറ്റ് നമുക്ക് 7,300 വരെ പോയിട്ടുണ്ട്. 2020 ഒരു വലിയ ഡിപ്പ് വന്നിട്ടുണ്ടായിരുന്നത് 7,529 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്നും തിരിച്ച് 2021 നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നോക്കി നോക്കാം, നമുക്ക് 35% ഒരു റിട്ടേൺ തന്നിട്ടുണ്ട്. പിന്നെ 2022 നോക്കുകയാണെങ്കിൽ ഏകദേശം 26%, അതായത് ലോ ടു ഹൈ നോക്കുകയാണെങ്കിൽ 26% മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എഗെയിൻ നമ്മൾ ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 30% മൂവ്മെൻറ്റാണ് നിഫ്റ്റി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആ ഒരു ഡ്രീം ലെവൽ, എൻ്റെയൊക്കെ ഡ്രീം ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ മാർക്കറ്റ് 50K ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് എന്ന് ടെസ്റ്റ് ചെയ്യുന്നു ഞാനും ആകാംക്ഷയോടെ, അതായത് ഈ ഒരു ലെവൽ 50,000 എന്ന് പറയുന്ന ആ ഒരു ലെവൽ എന്ന് ടെസ്റ്റ് ചെയ്യുമെന്നുള്ള അതൊരു ആഗ്രഹമാണ്. അതെന്നാണ് ടെസ്റ്റ് ചെയ്യുന്നുള്ളൊരു ആഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ ഓരോ വർഷവും ഈ രീതിയിൽ തന്നെ മാർക്കറ്റ് പോകട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആഗ്രഹം മാർക്കറ്റ് ഓരോ വർഷവും മുകളിലേക്ക് തന്നെ അതായത് 30-40% മുകളിലോട്ട് കുതിക്കട്ടെ എന്ന് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ 2023 എന്ന വർഷം
നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിക്കുക. ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ, എവിടെയൊക്കെ നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്, എവിടെയൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് നമുക്കൊരു ലെസൺ ആയിട്ട് അടുത്ത വർഷത്തേക്ക് നീങ്ങുമ്പം നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ ഇവൻറ്റിൻ്റെ സമയങ്ങളിൽ എന്തൊക്കെ മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തിയത്, അപ്പോൾ ഈ വർഷം അതെങ്ങനെയാണ് അതുപോലെ തന്നെ മാർക്കറ്റ് സഞ്ചരിക്കുന്നത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീക്ക് നമുക്ക് 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഒരു ദിവസം നമുക്ക് നമ്മുടെ ക്രിസ്മസ് അവധിയായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ഇവൻറ്റിൻ്റെ ആഴ്ചയാണിത് അല്ലേ. നമുക്ക് ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കാനുള്ളൊരു കണ്ടീഷനിലാണ് എല്ലാവരും നിൽക്കുന്നത് എനിക്കറിയാം. ഓക്കെ, അപ്പം മാർക്കറ്റ് നമുക്ക് നല്ല ഒരു നമ്മൾ എന്താ പറയുക, സാന്റാ റാലിയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. പല ക്രിസ്മസിന് ശേഷം നല്ല റാലികൾ നടക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു റാലിയൊക്കെ 2 ദിവസം നമുക്ക് തന്നു. അതിനുശേഷം ഇന്നും ഇന്നലെയുമായിട്ട് ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബയേഴ്സിന് വലിയ രീതിയിലുള്ളൊരു ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ഓപ്ഷൻ സെല്ലേഴ്സിനാണ് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയത്. പക്ഷേ ട്യൂസ്ഡേയും വെനസ്ഡേയും ഓപ്ഷൻ ബയേഴ്സിന് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. നമ്മുടെ സെറ്റപ്പ് വെച്ചിട്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സെറ്റപ്പ് എഗെയിൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് 2024 വളരെയധികം അടിപൊളിയാവട്ടെ എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസുകളും ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരുന്ന സമയത്ത്, അതായത് ഈ വീഡിയോ റീച്ച് ആവുന്നതിനനുസരിച്ച് നല്ല നല്ല അഗെയിൻ വെറൈറ്റി വീഡിയോസുകൾ ചെയ്യാനുള്ളൊരു പ്രചോദനം നമുക്കുണ്ടാവും. അപ്പോൾ അതും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് തരണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സ്ഥലത്ത് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി മാർക്കറ്റിലേക്ക് അടക്കാം. നമുക്ക് വീക്കിലി അനാലിസിസ് വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത നിഫ്റ്റിയുടെ ലെവലാണിത്. മേജർ റെസിസ്റ്റൻസ് ലെവലാണ്. ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അതിൻ്റെ മുകളിൽ വീക്കിലി ക്യാനിൽ അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മേജറായിട്ട് ഇനി ഒരു സപ്പോർട്ട് എടുക്കാൻ പോകുന്നത്, അതായത് നെക്സ്റ്റ് വീക്കിലി ക്യാനിൽ ഓപ്പൺ ചെയ്താലും ഇനി മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് എടുക്കാൻ പോകുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. ഈ ഒരു പോയിന്റിൽ നിന്നും മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ആണുള്ളത്. 22,000 എന്ന് പറയുന്ന ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്താലും ഇപ്പോൾ ഇത്രയും റാലി മാർക്കറ്റ് നടത്തി, അപ്പോൾ ഇവർക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയവർക്കൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു ഡിപ്പ് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യണം. എപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂസ്ലി, അതായത് ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷാണ്, പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്കൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അല്ലെങ്കിൽ ഗ്ലോബലി എന്തെങ്കിലും നെഗറ്റീവ് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റ് എവിടെയൊക്കെ സപ്പോർട്ട് എടുക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, വെറും സ്ട്രെയിറ്റ് മൂവ്മെൻറ്റ്, മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ. കുറച്ചധികം കാലങ്ങളുടെ ഒരു കൺസോൾട്ടേഷന് ശേഷമാണ് നല്ലൊരു ബ്രേക്ക് ഔട്ട് ലെവൽ കിട്ടിയത്. അതായത് ഗ്ലോബലി പോസിറ്റീവായിരുന്നു FISൻ്റെ സ്ട്രോങ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ ഇലക്ഷൻ്റെ വിജയം, ഓക്കെ, അതൊക്കെ വന്ന സമയത്താണ് നല്ലൊരു ബുള്ളിഷ് റാലി. അപ്പോൾ എഗെയിൻ ഇനി ഒരു വീണ്ടും ഇലക്ഷൻ വരുന്ന സമയത്ത് എന്ത് വരും, വീണ്ടും ഒരു ഡിപ്പ് വരും. ഡിപ്പ് എന്നല്ല, ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും, ചിലപ്പോൾ ഒരു പാനിക്ക് വരും. അപ്പോൾ വീണ്ടും നമ്മുടെ വിജയിച്ച BJP ആണെങ്കിൽ BJP വീണ്ടും വിജയിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും റാലി നടത്തും. അല്ല ഇനി മറ്റു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസോൾട്ടേഷന് ശേഷമായിരിക്കും പിന്നീട് ഒരു റാലി ഉണ്ടാവുക. അപ്പം അങ്ങനെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സമയത്തും നമ്മളും പ്രോഫിറ്റ് എന്ത് ചെയ്യണം, അതായത് സമയത്ത് മേജറായിട്ടുള്ള ഇവൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളത് കുറച്ച് ശ്രദ്ധയോട് കൂടിയിട്ട്, അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട കണ്ടീഷനാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അതിന് ശേഷം വേണം നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് ചാൻസസ് ഉള്ളത്. ഇനി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡേ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഞാനൊന്ന് 1 ഹവറിലേക്ക് ഇടാം. 1 ഹവറിൽ ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് ആണോ, അതായത് ഇവിടെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് വീണ്ടും ഇവിടെ ടെസ്റ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് ഇത്രയും, അതായത് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ഒരു സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പാനിക് സെല്ലിങ്. അതായത് 21,500 മുകളിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഫോം ചെയ്ത് പിന്നെ 21,500 ബ്രേക്ക് ചെയ്ത സമയത്ത് വലിയൊരു സെല്ലിങ് വന്നു. അപ്പോൾ അവിടെയും നമുക്കൊരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് പോയത്. പിന്നെ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. അപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്പിൾ
സപ്പോർട്ട് ഏരിയ ആണ്. അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഡിമാൻഡ് ഏരിയയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. ഇനിയും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്ത എഗെയിൻ ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ചാൻസസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് പുൾ ബാക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണുള്ളത്. പിന്നെ ഗ്ലോബലി വലിയ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഫാള് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെയെങ്കിലുള്ളൊരു ഫാള്, ഓക്കെ, വീണ്ടും 20,000-ലേക്കുള്ളൊരു ഫാളൊക്കെ മേ ബി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ആ ട്രെൻഡ് ലൈനിൽ അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ 20,500 ലെവലിലേക്കുള്ള ഈ ഒരു ലെവലിലേക്കുള്ളൊരു ഫാളെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. എന്തായാലും നമ്മൾ എന്താ പറയുക, നമ്മൾ ലെവൽസ് ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ലെവൽസിൽ എങ്ങനെയാണോ പ്രൈസ് വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. സോ എങ്ങനെ മാർക്കറ്റ് പോയാലും നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാകും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു വളരെ മേജറായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനാണ് അല്ലേ. മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റ് ടെസ്റ്റ്, അതായത് ഓരോ തവണ ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഒരു ബൗൺസ് ചെയ്യുന്നുണ്ട്. എഗെയിൻ ഇവിടെ ടെസ്റ്റ് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് ബൗൺസ് ചെയ്തു. അപ്പോൾ ഇവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ബൗൺസ് ഫെയിൽ ആയാൽ നല്ലൊരു ഷോർട്ട് പ്ലാനാണ്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലും വീക്ക്ലി ചാർട്ട് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽ ഇതായിരുന്നു, ഈ ഒരു പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇനി ഈ ഒരു ലെവൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റേഞ്ച് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ഡിമാൻഡാണ്. ഇതിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ആണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവലും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ബാങ്ക് നിഫ്റ്റിയിലും ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് ലൈനിൽ അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. പറഞ്ഞ മാതിരി FISൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് വല്ലതും വരുവാണെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിലും നല്ലൊരു ഫാള് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലെവലും നമുക്ക് മറ്റ് വലിയ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. നമ്മുടെ OA ഡാറ്റ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സെൻസിബിളിലാണ് ഞാൻ OA ഡാറ്റ നോക്കുന്നത്. OA ഡാറ്റയിൽ ഓക്കെ, നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 48,500, അതുപോലെ തന്നെ 48,500 ഉണ്ട്, അതുപോലെ 49,500 ഉണ്ട്, 49,000 ഉണ്ട്. ഓക്കെ, നമ്മൾ ആ ലെവൽ 49,000 നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 49,500 അടുത്തൊരു ലെവൽ. ഓക്കെ, 49,500. അപ്പോൾ ഈ ഡാറ്റ പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലാണ്. സോ നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ എത്തുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാം. എന്തായാലും ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകണം. 49,000 ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ നിലവിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കുന്ന സമയത്തും ഒരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ഇൻട്രാഡേ ബേസ് ചെയ്ത് എന്തൊക്കെ ട്രേഡുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ വീക്ക്. ഞാൻ 2 ദിവസം മാത്രമേ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 ദിവസം മാത്രമേ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ ഒരു ട്രേഡും അതുപോലെ തന്നെ ബുധനാഴ്ച ഈ ഒരു ട്രേഡും മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ട്രേഡൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ലെവൽസ്, ഓക്കെ, ഇവിടെ നമുക്കൊരു നോക്കുന്ന സമയത്ത് ഒരു W പാറ്റേൺ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്ക് ഔട്ട് വന്ന സമയത്ത് ഇത് നമുക്ക് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ലെവൽസാണ്. ഈ ലെവൽസിൻ്റെ താഴെയായിട്ട് നമുക്ക് നല്ലൊരു ഹ്യൂജ് കൺസോൾട്ടേഷൻ കാണാം. അതായത് നമുക്കിവിടെ നല്ലൊരു ഡിമാൻഡ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട്, ഇതിനിടയിൽ മാർക്കറ്റ് വളരെയധികം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ കണ്ടു. ഈ ലെവൽ ബ്രേക്ക് ഔട്ട് നടത്തി, വളരെ ശക്തമായിട്ടുള്ള ബ്രേക്ക് ഔട്ട് നടത്തി. ആ ബ്രേക്ക് ഔട്ട് നടത്തി ഇതിൻ്റെ മുകളിൽ
ഒരു 5 മിനിറ്റ് ക്യാനിൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഒരു എൻട്രി എടുത്തത്. ഫൈനൽ ടാർഗറ്റായിട്ട് ഞാൻ ഇതുവരെ എക്സ്പെക്ട് ചെയ്തു, നമ്മുടെ ഈ ഒരു സപ്ലൈ റേഞ്ച് വരെ ഞാൻ എക്സ്പെക്ട് ചെയ്തു. അത് നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ കിട്ടി. ദെൻ അടുത്തൊരു ദിവസം നമുക്കറിയാം ഒരുപാട് ഡിസ്കസ് ചെയ്ത ലെവലാണ് ഈ ഒരു 21,500 എന്ന് പറയുന്ന ലെവൽ. അപ്പോൾ 21,500 ലെവലിൽ, കാരണം ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം നല്ല ഹ്യൂജ് കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇതിന് താഴെയായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബെയറിഷ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റും എക്സ്പെക്ട് ചെയ്യാം. അതായത് നമുക്കിവിടെ ഒരു ഹ്യൂജ് കൺസോൾട്ടേഷൻ കിട്ടി, അതിന് ശേഷമുള്ളൊരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഈ ഓപ്പണിംഗ് ഇതിൻ്റെ മുകളിൽ നടത്തി, ഇതിൻ്റെ മുകളിൽ അതായത് നമ്മുടെ ഡിമാൻഡിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാനൊരു കോൾ ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫൈനൽ ടാർഗറ്റായിട്ട് ഈ ഒരു ലെവൽ വരെ ആണ് എക്സ്പെക്ട് ചെയ്തത്. സോ അതവിടെ ബുക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സപ്ലൈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തത്. അതായത് നമ്മുടെ ബയേഴ്സിനെ ഒന്ന് ട്രാപ്പാക്കി, അല്ല അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ്, അതായത് ഇവിടെ പുട്ട് ഓപ്ഷൻ വാങ്ങിയവരുടെ സ്റ്റോപ്പ് ലോസ് വീണ്ടും മുകളിലേക്ക് എടുത്തു. അതിനുശേഷം വീണ്ടും കോൾ ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് താഴേക്ക് എടുത്തു. അങ്ങനെ നല്ല രീതിയിൽ 2-3 തവണ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് മാർക്കറ്റ് പിന്നെ ഒരു സ്ട്രെയിറ്റ് മൂവ്മെൻറ്റ് മാർക്കറ്റ് നടത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു W പാറ്റേൺ ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നടക്കുമ്പോഴൊക്കെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ദിവസം നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ ദിവസം ഞാൻ കോൾ ഇന്ത്യയിലാണ് ട്രേഡ് എടുത്തത്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കോൾ ഇന്ത്യയിലായിരുന്നു ട്രേഡ് എടുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കോൾ ഇന്ത്യ NSE. അപ്പോൾ കോൾ ഇന്ത്യയിൽ ഈ ഒരു ട്രേഡ് എടുത്തത്, അതായത് എനിക്ക് ആ ഫൈനൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കിട്ടിയിട്ടുള്ളൊരു ട്രേഡായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ മാർക്കറ്റ് അവസാനിച്ചത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു ട്രേഡായിരുന്നു എടുത്തത്. ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഈ ഒരു റേഞ്ച്, അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവായിട്ടുണ്ട്. മാർക്കറ്റ് ഫാളായി, വീണ്ടും ഈ റേഞ്ചിലെത്തിയ സമയത്ത് വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി, വീണ്ടും മാർക്കറ്റ് ഫാളായി. അപ്പോൾ സെല്ലേഴ്സ് ആക്റ്റീവായ ഏരിയ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രോങ് ക്യാൻഡിലോട് കൂടിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം അവിടെ നിന്നും കൺഫോർമേഷൻ കിട്ടി എനിക്ക്. അതായത് ഇവിടെ ഒരു ബേസ് ഫോർമേഷൻ വന്നിട്ടുണ്ട്, ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രേക്കൗട്ട് വന്നപ്പോഴാണ് ഞാനൊരു കോൾ ഇന്ത്യയുടെ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റും, വളരെ സ്ലോലി ആണെങ്കിലും ഒരു സ്ട്രെയിറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, ഓവറോൾ നമുക്കെന്താ പറയുക, 3 മണി വരെ എത്തിയപ്പോഴാണ്, 3 മണിക്കാണ് നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ആവുന്നത് ആക്ച്വലി. സോ നല്ലൊരു നമ്മുടെ ഒരുപാട് ക്ഷമ നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും ആ ഒരു ടാർഗറ്റ് വളരെ നല്ല രീതിയിൽ അച്ചീവ് ആയതിൻ്റെ ഒരു സന്തോഷവും ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത കറക്റ്റ് പ്രോപ്പർ ടാർഗറ്റ് എത്തിയതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അപ്പോൾ ഈ പ്രോപ്പർ ടാർഗറ്റ് ഞാൻ വെക്കുന്നതിനും ഒരു റീസൺ ഉണ്ട്, അത് വെറുതെ വെച്ചതല്ല. സോ അത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ട്രേഡുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നോ ട്രേഡിംഗ് ഡേ ആയിരുന്നു, കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ടായിരുന്നു നോ ട്രേഡ് ചെയ്യാഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ റിലീസായിട്ടുണ്ട്, 50% ഒരു മാസം കൊണ്ട് 50% റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. സോ ആ വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. സോ അതുപോലെ ഒരുപാട് വീഡിയോസുകൾ വരുന്നതായിരിക്കും. അപ്പോൾ അത്തരം വീഡിയോസുകൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുപോലെ ഒരുപാട് സ്റ്റോക്കുകൾ കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്നതുമായിട്ട് എന്തെങ്കിലും സാമ്യത തോന്നുവാണെങ്കിലും കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അത് കമൻറ്റായിട്ട് പറയാം. അതുപോലെ തന്നെ എൻ്റെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് രീതി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തു. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേ ലെവൽസ്, മൺഡേ നമുക്ക് മാർക്കറ്റ് ഏതൊക്കെ ലെവൽസുകൾ നോക്കണം. ആക്ച്വലി ഈ ലെവൽസുകൾ ഞാൻ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ലെവൽ വരെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മേജറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 2 ലെവലുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു 21,800 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേജറായിട്ട് വേറെ റെസിസ്റ്റൻസ് ഇല്ല. 22,000 ആണ് റെസിസ്റ്റൻസ്. സോ OI ഒന്ന് പരിശോധിക്കാം. OI നോക്കുമ്പം
നമുക്ക് കിട്ടുന്നത് 22,000 22,000 ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഓക്കെ, 22,000 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. 21,800 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അത് രണ്ടുമാണ് ഒരു മേജർ റെസിസ്റ്റൻസ് ഉള്ളത്. നമ്മൾ പ്ലോട്ട് ചെയ്ത സംഭവം തന്നെയാണ്. ഓക്കെ, ഒരു മേജർ സപ്പോർട്ടായിട്ട് ഇനി ആക്ട് ചെയ്യുന്നത് 21,500 ആണ്. 500 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി നമ്മുടെ ലെവൽസ് അപ്ഡേറ്റഡ് ആണ്. 21,500 ഇവിടെ അപ്ഡേറ്റഡ് ആണ്. 21,800 നമുക്ക് ഓൾറെഡി നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 22,000 എന്ന ലെവൽ. അപ്പോൾ ഈ ലെവൽ വെച്ചിട്ടാണ് നമുക്ക്, അതായത് നമുക്കൊരു ഒരു സെൽ എൻട്രി, അതായത് ഷോർട്ട് എൻട്രി ഒക്കെയാണ് വരുന്നതെങ്കിൽ, ഷോർട്ട് സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ലെവലുകൾ, ഈ മേഖലകൾ നോക്കിയിട്ട് നമുക്ക് നല്ല നല്ല ട്രേഡ് എടുക്കാം. ഇനി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുക, 21,800 ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ട്രേഡ് 22,000 ലെവൽ വരെയുള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ടാർഗറ്റുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ CPR സ്ട്രാറ്റജി ഒക്കെ പഠിച്ചില്ല, CPRൻ്റെ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജി, അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ CPR ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ടാർഗറ്റ് ഡിസൈൻ ചെയ്യുക, ആ രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിലും നമ്മുടെ ലെവൽ ഒന്ന് ചെറുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെവൽസുകളൊന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് 1 അവർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അപ്പർ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത്, അതായത് ഈ ഒരു 48 എത്രയായിരുന്നു, 48,644 എന്ന് പറയുന്ന ലെവലാണ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈ ലെവൽ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് തന്നെയായിരിക്കും. സോ OI ഡാറ്റ നോക്കാം. OI ഡാറ്റ പറയുന്നത് 48,500 ഒരു റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 49,500 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 49,000. ഓക്കെ, 49,000, 49,500 നോക്കാം. 49,000 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവലും 500, 600 എന്ന് പറയുന്ന ഈ ഒരു ലെവലും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാണ്ട് ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കിത് ഒരു നോ ട്രേഡിംഗ് സോൺ ആക്കിയിട്ട് വേണമെങ്കിൽ പിടിക്കാവുന്നതാണ് ഈ ഒരു ലെവല്. ഓക്കെ, കുറച്ച് ചെറിയൊരു കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണിത് ആക്ച്വലി. അപ്പം ഈ ഒരു ഏരിയ ഓക്കെ, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഏരിയ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇതും ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. സോ ഇവിടെ ഒരു സെല്ലേഴ്സ് ആക്റ്റീവായ പോയിൻ്റാണ്. സോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. സോ അത് നിങ്ങൾ ആ ഒരു സമയത്ത് ടാർഗറ്റ് നോക്കിയിട്ട് ചെയ്യണം. സോ ഈ ഒരു പോയിൻ്റ് സെല്ലേഴ്സ് ആക്റ്റീവായൊരു പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ്, അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റായിട്ട് എടുക്കേണ്ട ഒരു ഏരിയ ആണിത്. ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് ഇതാണ് എടുക്കേണ്ടത്. സോ ആ രീതിയിൽ വേണം പ്ലാൻ ചെയ്യാം. നമുക്ക് മൺഡേ മാർക്കറ്റ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി പറയുന്നത് 21,800 മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 21,731 അപ്പം മാർക്കറ്റ് മൺഡേ ഒരു ഗ്യാപ്പ് അപ്പ് തരണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി റെഡ്യൂസ് ആവുകയാണെങ്കിൽ മൺഡേ നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ അതും നിങ്ങളൊന്ന് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കി ചെക്ക് ചെയ്യാം. ഇന്ത്യ വിക്സ് നിൽക്കുന്നത് 15ൻ്റെ മുകളിലായിരുന്നു നിന്നിരുന്നത്. ഇന്ത്യ വിക്സ് ചെറുതായിട്ടൊന്ന് കൂളായിട്ടുണ്ട്. എന്നാലും നല്ലൊരു വോൾട്ടാലിറ്റിയാണ് കാണിക്കുന്നത്. എപ്പോഴും ഒരു 12ന് ഒരു താഴെയായിട്ട് വരുമ്പോഴാണ് ഒന്ന് കൂളായിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഓപ്ഷൻ ബയേഴ്സിന് നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയമാണ്. സോ നല്ല രീതിയിൽ അതും ഫോക്കസ് ചെയ്യുക. 18ൻ്റെ മുകളിൽ, ഇന്ത്യ വിക്സ് 18ൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് FISൻ്റെ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ FIS കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് അറിയില്ല, ഓവർ ബൈയിങ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവർ നടത്തിയിട്ടുണ്ട്. പിന്നെ വീണ്ടും അവർ എന്ത് ചെയ്തു, വീണ്ടും ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അവർ മെഞ്ഞാന്ന് അവർ ബൈ ആണ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്നലെ ബൈയിങ് ആണ്, ഇന്ന് ബൈയിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അവർ ശക്തമായ ബൈയിങ്ങിലാണ്. അപ്പം നല്ലൊരു മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ എപ്പോഴും ലെവൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരും ബൈ മോഡിൽ തന്നെയാണ്. ഓവറോൾ നോക്കുവാണെങ്കിൽ 32,000
കോടിയുടെ ബൈങ് അവർ നടത്തിയിട്ടുണ്ട്, FIs നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12,000 അതായത് 13,000 കോടിയുടെ ബൈങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. അവരെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. എന്നാലും അവരോട് പ്രോഫിറ്റ് ബുക്കിംഗ് വരും. സോ ഈ ഡാറ്റകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. അപ്പോൾ നല്ലൊരു വർഷം കഴിഞ്ഞു. സോ ഇനി വരാൻ പോകുന്ന 2024 നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ടുള്ളൊരു വർഷം ആകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.